ഹായ്, ഈ വീഡിയോയിൽ നമുക്ക് നൊമാറ്റോ പ്രോ CRM എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നമ്മുടെ ബിസിനസ്സിന് അതെങ്ങനെ ഹെൽപ്ഫുൾ ആകുമെന്നും ചെക്ക് ചെയ്യാം. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഒരു CRM അല്ലെങ്കിൽ കൺവെന്റ് ബോർഡ് മാനേജ് ചെയ്യാം. അതിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് വരുന്ന എൻക്വയറീസ് നമുക്ക് ഡിഫറെന്റ് സ്റ്റേജസിലാക്കിയിട്ട് നമുക്ക് സെയിൽസിനെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. CRM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. സോ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഈ ഒരു ഫീച്ചർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും നമുക്ക് ഡിഫറെന്റ് സെയിൽസ് സ്റ്റേജസിൽ എങ്ങനെ കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാമെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഈ ഒരു സൈഡ് ബാറിൽ ഇവിടെ ഒരു CRM ഐക്കൺ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നൊമാറ്റോ പ്രോ CRM സെപ്പറേറ്റ് ഒരു വിൻഡോയിലാണ് ഓപ്പൺ ആയി വരിക. ഇതിൽ ഞാനിവിടെ ഒരു CRM സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് സ്റ്റേജസ് കാണാൻ വേണ്ടി പറ്റും. ന്യൂ എൻക്വയറി, ഡെമോ, മീറ്റിംഗ്, ക്ലോസ്. സോ നമുക്ക് നമ്മുടെ സെയിൽസ് പ്രോസസ്സിനനുസരിച്ച് കസ്റ്റമേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാം. ഡിഫറെന്റ് ടാബ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ CRM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു CRM കൊണ്ട് നമുക്ക് നമ്മുടെ ഓവറോൾ നമ്മുടെ ബിസിനസ്സിലെ സെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമുക്ക് അവർക്ക് ഫോളോ അപ്പ് മെസ്സേജസ് സെൻഡ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ഡിഫറെന്റ് ടാബ്സ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ന്യൂ എൻക്വയറീസിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് മെസ്സേജ് അയക്കാണെങ്കിൽ അത് സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ഓഫർ കാര്യങ്ങളൊക്കെ ഒരു സ്പെസിഫിക് ടാബ്സിലുള്ള ഒരു ഡെമോ കൊടുത്ത കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് സെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു കസ്റ്റമറിനെ ആഡ് ചെയ്യാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതി. സോ ഇവിടെ നമുക്ക് പുതിയൊരു CRM ക്രിയേറ്റ് ചെയ്തതിന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് മോർ CRM മോഡൽസ് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാബ്സ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലേബൽസ് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റേ എക്സിസ്റ്റിംഗ് CRMs ഇവിടെ കാണാം. അതിലെന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. അതുപോലെ ഡിലീറ്റ് ചെയ്യാം. ആ ഒരു CRM ഇതിനകത്തോട്ട് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഓപ്പൺ ആയി വരുന്നതാണ്. സോ നമുക്ക് ഇവിടുന്ന് ന്യൂ CRM ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ന്യൂ CRM ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ ഞാനിപ്പോൾ ഒരു പുതിയൊരു CRM ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഒരു CRM ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് ഡിഫറെന്റ് ടാബ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. റെഗുലർ കസ്റ്റമേഴ്സിന് ഫോളോ അപ്പ് അയക്കുന്നതിന് വേണ്ടി ട്രാക്ക് ചെയ്യാൻ നമുക്കൊരു ഫോളോ അപ്പ് ടാബ് ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് നമുക്കിവിടെ പേര് കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഫോളോ അപ്പിന് ശേഷം അവരുടെ റീ എൻഗേജ്ഡ് ആയിട്ടുള്ളവരെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ ടാബ് ആഡ് ചെയ്യാം. ദെൻ ഇവിടെ ക്ലോസ്. നമുക്കിവിടെ ഫോളോ അപ്പ്, അതിനുശേഷം റീ എൻഗേജ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, ദെൻ ഡിസ്കഷൻ കംപ്ലീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, ദെൻ ക്ലോസ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. സോ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഡിഫറെന്റ് ടാബ്സ് നമ്മുടെ സ്റ്റേജസിനനുസരിച്ച് ഡിഫറെന്റ് ടാബ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സോ നമ്മുടെ കോൺടാക്ട്സ് ആണ് ഈ ഒരു സൈഡിൽ മൊത്തം ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ഫോളോ അപ്പ് സെൻഡ് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഇവിടത്തേക്ക് ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് റീ എൻഗേജ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഈ ഒരു റീ എൻഗേജ്ഡ് ടാബിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാം. ദെൻ അവർക്ക് ഒരു ഡിസ്കഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഡിസ്കഷൻ ടാബിൽ ആഡ് ചെയ്യാം. അവർ ക്ലോസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് ടാബിലേക്ക് ആഡ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ കാണാം ഫോളോ അപ്പ് 1, അതുപോലെ തന്നെ 0, ഇവിടെ 1. ഈ ഒരു ടാബിലുള്ള കോണ്ടാക്ട്സ് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതും സോ നമുക്ക് എത്ര കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്താലും അവരുടെ കൗണ്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ ഒരു സെയിൽസിന്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു ഡിസ്കഷൻ ടാബിലുള്ള കസ്റ്റമേഴ്സിന് നമുക്കൊരു സെയിൽസ് പെട്ടെന്ന് തന്നെ ക്ലോസ് ആവാൻ വേണ്ടി നമ്മളൊരു ഓഫറോ കാര്യങ്ങളോ അവരൊരു പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കൗണ്ടോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാബിലുള്ള കോൺടാക്ട്സിന് മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ഈ ഒരു സൈഡ് ബാറിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡാർക്ക് മോഡ്, ലൈറ്റ് മോഡ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മെനു സെറ്റിംഗ്സ് ഇവിടെ കാണാം. നമുക്ക് ഏതാണോ CRM സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പുതിയ CRM ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് ടാബ്സ് ആഡ് ചെയ്യാം. മൾട്ടിപ്പിൾ ടാബ്സ് നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ CRMന്റെ നെയിം നമുക്ക് ഡിഫറെന്റ് CRMs ഉണ്ടാവും. ഏതാണോ നമ്മൾ മാനേജ് ചെയ്തത് അതിവിടെ നമുക്ക് CRM നെയിംസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഞാനിവിടെ നോർമൽ മോഡ് ആക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു ബിസിനസ്സിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു CRM, കസ്റ്റമറിനെ മാനേജ് ചെയ്തതും അവരുടെ ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ വളരെ ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് CRM എന്ന് പറയുന്നത്. സോ നിങ്ങളും ഒരു സ്മോൾ ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു കൺവെൻസ് CRM വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ബിസിനസ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് റൺ ചെയ്യാനും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഡാറ്റ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു CRM ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അയക്കാനുള്ള ഓഫർ മെസ്സേജസ്, പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒക്കെ നമുക്ക് ബൾക്കായിട്ട് സെൻഡ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് നിങ്ങൾ ഇത് സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.